Hi everyone, welcome to my YouTube channel Beauty of Life. It's me അതുല്യ. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആരോഗ്യ സംരക്ഷണത്തിന് ഫ്രിഡ്ജിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഡിസ്കസ് ചെയ്തല്ലേ. ഇന്ന് നോ യുവർ ഫ്രിഡ്ജ് എന്ന സീരീസിൽ ഇലക്ട്രിസിറ്റി ബില്ലിനെ ഫ്രിഡ്ജിൻ്റെ ഉപയോഗം എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ഫ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബില്ല് കുറയ്ക്കാനും ലൈഫ് ഓഫ് ഫ്രിഡ്ജ് കൂടാനുമുള്ള ചില ടെക്നിക്സൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ചൂസ് ദ റൈറ്റ് ഫ്രിഡ്ജ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതു കാര്യമാണ് എനർജി സ്റ്റാർ റേറ്റിംഗ്. സിനിമകൾക്കൊക്കെ സ്റ്റാർ നൽകുന്ന പോലെ ഫ്രിഡ്ജിനും സ്റ്റാർ നൽകുന്നു. 5 സ്റ്റാർ ഫ്രിഡ്ജുകൾ കുറവ് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2 സ്റ്റാർ മോഡലിൽ നിന്ന് 5 സ്റ്റാർ മോഡലിലേക്ക് നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30% വരെ ഇലക്ട്രിസിറ്റി ബില്ലിൽ കുറവ് വരുത്താനാകും. പർച്ചേസ് ചെയ്യുമ്പോൾ വില 5 സ്റ്റാർ ഫ്രിഡ്ജിന് കൂടുതലായിരിക്കും. എങ്കിലും നമ്മുടെ ലൈഫ് ടൈം ഉപയോഗത്തിന് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറുമ്പോൾ ഈ 5 സ്റ്റാർ തന്നെ ആയിരിക്കും ലാഭം. സെക്കൻഡ് പോയിൻറ്റ്, കീപ് ദ ഡോർ ക്ലോസ്ഡ്. ഇപ്പോൾ വിചാരിച്ചേ, വിശന്ന് ഫ്രിഡ്ജിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാം. നമ്മൾ ഡോറ് തുറന്ന് നോക്കുമ്പോൾ കുറേ ഫ്രൂട്ട്സ്, ഓറഞ്ച്, ആപ്പിള്, ഗ്രേപ്സ്. കൺഫ്യൂഷൻ അടിച്ചോ ഇതിലേതെടുക്കണമെന്ന്? അങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുമ്പിൽ നിൽക്കരുത്. ഓരോ സെക്കൻഡും ഡോർ ഓപ്പണായി ഇരിക്കുന്നതിന് നമ്മുടെ ഫ്രിഡ്ജ് ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും, പഴയ തണുപ്പ് നിലനിർത്താൻ. അപ്പോൾ എന്താ സൊല്യൂഷൻ? മുന്നേ പ്ലാൻ ചെയ്യുക. ഫ്രിഡ്ജ് ഡോറ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഐഡിയ ഉണ്ടായിരിക്കണം. അതേപോലെ ഓർഗനൈസ് ചെയ്ത് സാധനങ്ങൾ വെക്കുന്നതും സാധനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ സഹായിക്കും. ഈ ഫ്രിഡ്ജ് ഡോറ് ഓപ്പൺ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പണ്ട് ദൂരദർശനിലെ ശക്തിമാൻ സീരിയലാണ്. അതിൻ്റെ ലാസ്റ്റ് ശക്തിമാൻ കുട്ടികൾക്ക് ടിപ്സ് കൊടുക്കുമല്ലോ. അതിൽ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കുട്ടികൾ വന്ന് വെള്ളം കുടിക്കുകയും അതുപോലെ ഫ്രൂട്ട്സ് എടുക്കുകയും അങ്ങനെ തന്നെ വെച്ചിട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ശക്തിമാൻ ഒന്ന് ഡോണ്ട് ഡൂ ദിസ് എന്ന് പറയുന്ന ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. തേർഡ് പോയിൻറ്റ്, ഡോണ്ട് പുട്ട് ഹോട്ട് ഫുഡ് ഇൻസൈഡ്. ചൂടുള്ള ഭക്ഷണം ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കുക. ഭക്ഷണ സാധനങ്ങൾ റൂം ടെമ്പറേച്ചറിലേക്ക് മാറാതെ, അതായത് ഇപ്പോൾ കുക്ക് ചെയ്തൊരു 2 മണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാവൂ. അല്ലെങ്കിൽ ഫ്രിഡ്ജിനുള്ളിൽ ടെമ്പറേച്ചർ കൂടുകയും പിന്നെ അത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടിയും വരും. ബില്ലും അതിനനുസരിച്ച് കൂടും. നെക്സ്റ്റ് പോയിൻറ്റ്, അതായത് ഫോർത്ത് പോയിൻറ്റ്, അറേഞ്ച് യുവർ ഫ്രിഡ്ജ് സ്മാർട്ട്ലി. നമുക്ക് ഫ്രിഡ്ജ് ഒരു മിനി ലൈബ്രറി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ സിമിലർ ഐറ്റംസിനെ നമ്മൾ ഒരുമിച്ച് വെക്കണം. അതായത് ഫ്രൂട്ട്സിന് ഒരു സെക്ഷൻ, വെജിറ്റബിൾസിന് ഒരു സെക്ഷൻ, റോ ഫുഡ്സിന് മറ്റൊരു സെക്ഷൻ, അങ്ങനെ. ബട്ട് ഓവർലോഡ് ചെയ്യരുത്. ഫ്രിഡ്ജ് നിറയെ സാധനങ്ങൾ വെക്കാം, പക്ഷേ ഇടയ്ക്ക് ചെറിയ സ്പേസിങ്ങുകൾ വേണം. മറ്റൊരു ടിപ്പ് കൂടി പറയട്ടെ. ഈ സാധനങ്ങൾക്കിടയിലൊക്കെ വാട്ടർ ബോട്ടിൽസ് വെക്കുന്നത് നല്ലതാണ്. കാരണം അത് കൂളിങ്ങിനെ കൂട്ടും കേട്ടോ. കൂളിംഗ് പെട്ടെന്ന് നടക്കും. ഫിഫ്ത്ത് പോയിൻറ്റ്, മെയിൻറ്റെയിൻ ദ ഫ്രിഡ്ജ്. ഓക്കെ, നമ്മുടെ ഫ്രിഡ്ജിൽ ചിലപ്പോൾ ഒരു വിയേർഡ് സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ കോയിൽസ് ഇല്ലേ, അവിടെ പൊടി പിടിച്ചിരിക്കുകയാണോ എന്നൊന്ന് നോക്കൂ. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായും ക്ലീൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് റൺ ചെയ്യുള്ളൂ. 6 മാസം കൂടുമ്പോഴെങ്കിലും കോയിൽസിലെ പൊടി ഫുള്ളായിട്ട് നീക്കം ചെയ്യണം. മറ്റൊരു കാര്യം, ഫ്രിഡ്ജിൻ്റെ റബ്ബർ സീൽസ് ചെക്ക് ചെയ്യണം. പ്രോപ്പറായിട്ട് സീൽ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ വിൻഡോ ഓപ്പൺ ആക്കി നമ്മൾ AC ഇട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒരു സിമ്പിൾ ടെസ്റ്റ് പറയാം. ഒരു ചെറിയ പേപ്പർ എടുത്ത് നമ്മൾ ഫ്രിഡ്ജ് ഡോറിൽ വെച്ച് ക്ലോസ് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് ആ പേപ്പർ പുള്ള് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു ഫിക്സ് ദ സീൽ. നെക്സ്റ്റ് പോയിൻറ്റ്, സിക്സ്ത് പോയിൻറ്റ്, ഡീഫ്രോസ്റ്റ് റെഗുലർലി. ഈ ഫ്രിഡ്ജിൽ ഐസ് കട്ട പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ മഞ്ഞുമലകൾ പോലെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് കാണാം അല്ലേ? ഇത് കറണ്ട് കൂടുന്നതിന് കാരണമാകും. എന്താണല്ലേ, ഐസ് കൂടുമ്പോൾ ഫ്രീസറിൽ മോർ പവർ എടുക്കേണ്ടി വരും അതിൻ്റെ കൂളിംഗ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്.
അപ്പോൾ റെഗുലറായിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഒരു 10 to 15 ഇയേഴ്സ് വരെ പുതിയതുപോലെ തന്നെ ഓടും. ഇപ്പോൾ ഈ ഫ്രോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കേസിൽ മാനുവലി അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫ്രോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജുകളിൽ ഒരു 51% വരെ ഇലക്ട്രിസിറ്റി ബില്ലിൽ കുറവ് വരും. നെക്സ്റ്റ് 7th പോയിൻറ്റ്, പ്ലേസ് യുവർ ഫ്രിഡ്ജ് സ്മാർട്ട്ലി. നിങ്ങളുടെ ഫ്രിഡ്ജ് എവിടെയാണ് വീട്ടിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്? സ്റ്റൗവിനരികിലാണോ? എങ്കിൽ മാരത്തോൺ റേസിന് പങ്കെടുക്കുന്ന പോലെയാണ് ഫ്രിഡ്ജ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റൗവിൽ നിന്നുള്ള ഹീറ്റ് ഫ്രിഡ്ജിനെ കൂടുതൽ വർക്ക് ചെയ്യാൻ കാരണമാക്കും. ഇനി നന്നായി വെയിലടിക്കുന്ന ഭാഗമാണെങ്കിലും പ്രോബ്ലമാണ്. അതായത് ഫ്രിഡ്ജിലേക്ക് കൂടുതൽ ഹീറ്റ് വരാൻ പാടില്ല. അതിൻ്റെ ആ ഒരു സർക്കംഫറൻസിലും അധികം ഹീറ്റ് വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള കേസിൽ ഫ്രിഡ്ജിന് അധികമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ഒന്ന് മാറ്റി പ്ലേസ് ചെയ്ത് നോക്കിയാൽ ഇലക്ട്രിസിറ്റി ബില്ലിൽ നല്ലൊരു ഡിപ്പ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഫ്രിഡ്ജ് ഇരിക്കുന്ന ഭാഗത്ത് നല്ല വെൻറ്റിലേഷൻ വേണം. സ്മാൾ ചേഞ്ചസ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. ഓക്കെ. നെക്സ്റ്റ് 8th പോയിൻറ്റ്, യൂസ് എനർജി എഫിഷ്യൻറ്റ് മോഡ്സ്. ചില ഫ്രിഡ്ജുകളിൽ ഈ കൂൾ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ലൈക്ക് ഇപ്പോൾ വെക്കേഷൻ മോഡ്, എക്കോ മോഡ്, ഇങ്ങനെ. ഇപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ദിവസത്തേക്കൊക്കെ മാറി നിൽക്കുന്ന കേസാണ്, ഫ്രിഡ്ജിൽ അധികം ഫുഡുകളൊന്നും ഇല്ല, അപ്പോൾ നമുക്ക് വെക്കേഷൻ മോഡിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് അതൊരു സ്ലീപ്പ് മോഡാണ്, അധികം കറണ്ട് എടുക്കില്ല. പിന്നെ ചിലപ്പോൾ ഈ KSEBയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ടല്ലേ, ഈ ഇലക്ട്രിസിറ്റി ഡെഫിഷ്യൻസി വരുന്ന ചില മന്തുകൾ, മാർച്ച്, ഏപ്രിൽ, മെയ് അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ പീക്ക് അവേഴ്സിൽ, അതായത് 7 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തിൽ, അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഫ്രിഡ്ജ് ഓഫാക്കി ഇടാൻ വേണ്ടിയിട്ട് KSEBയിൽ നിന്നും ഒക്കെ നിർദ്ദേശങ്ങൾ വരാറുണ്ട്. അതങ്ങനെ പാലിക്കേണ്ടതാണ്. ആ ടൈമിൽ ചിലപ്പോൾ പർട്ടിക്കുലർലി ആ പീരീഡിൽ കറണ്ട് ബില്ല് ആയിട്ട് വെക്കുന്ന ഒരു താരിഫൊക്കെ ആയിരിക്കാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രിഡ്ജിനെ എനർജി എഫിഷ്യൻ്റാക്കി നിർത്തുന്നതിനും ഇലക്ട്രിസിറ്റി ബിൽസിനെ സ്വാധീനിക്കുന്നതുമായിട്ടുള്ള ഘടകങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് നമുക്കൊരു ഹാർഡ് വർക്കിംഗ് ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് കുറയും, അതുപോലെ ലൈഫ് സ്പാൻ ഓഫ് ഫ്രിഡ്ജ് കൂടും. ഇതൊന്നും കറക്റ്റായിട്ടല്ല നമ്മുടെ വീടുകളിൽ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഇപ്പോൾ ഇനി ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഒരു 500 രൂപ, ഒരു 300 മുതൽ ഒരു 500 രൂപ വരെ എങ്കിലും ഒരു ഡിപ്പ് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വീട്ടിൽ ഇതിൽ ഫോളോ ചെയ്തിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു പിഴവായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനി മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ എന്തെങ്കിലും റെഡ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിന് പുറമെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ടിപ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക. ഫ്രിഡ്ജിനെ എഫിഷ്യൻ്റായി നിർത്താനും എനർജി ബില്ല് കുറയ്ക്കാനും നിങ്ങൾക്കത് സഹായമായി തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.